ഓക്കെ. അപ്പം നമ്മൾ 1ഉം 2ഉം പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കമൻറ്റിൽ എഴുതി ചോദിച്ചാൽ മതി. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി തൽക്കാലം നമുക്കേ പിന്നെ വിൻഡോസ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്ലാന്റഡ് ബോക്സ് വരച്ച് വെക്കുക. ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ എടുത്ത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊടുന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വരയ്ക്കുക, എക്സ്റ്റേർണൽ ലൈന് ഡിലീറ്റ് ആക്കുക. ഒരു 40 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിനെ ഗ്രൂപ്പ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ വേണ്ട, ഒരു 10 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് അടിക്കുക, ഒരു 5 സെൻറ്റിമീറ്റർ താഴോട്ട് പുഷ് ചെയ്ത് വെക്കുക. എക്സ്ട്രാ വരുന്ന ഈ ഒരു ഏരിയ ശരിക്കും നമുക്ക് ഈ ഒരു കെട്ടിൻ്റെ ആവശ്യം വരുന്നില്ല, അപ്പോൾ അത് ബാക്കിലോട്ട് പുഷ് ചെയ്ത് ഡിലീറ്റ് ആയി കളയാം. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ളവർ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് അതവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്ലാന്റഡ് ബോക്സ് വരുമോ, പിന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു എല്ലാത്തിനും നമുക്കൊരു വാട്ടർ കട്ടിങ് കൊടുക്കും. വാട്ടർ കട്ടിങ് അല്ല, ഒരു ബോർഡർ പോലെ ചെയ്യുക. അപ്പോൾ ഈ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഫേസ് സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് താഴോട്ട് അതിൻ്റെ കോപ്പി എടുത്ത് വെക്കുക. അതായത് മൂവ് ടൂൾ യൂസ് ചെയ്യുക, മൂവ് ടൂൾ സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ യൂസ് ചെയ്യുക, താഴോട്ട് നീക്കുമ്പോൾ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. ഒരു 5 സെൻറ്റിമീറ്റർ താഴോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് വീണ്ടും പുഷ് പുൾ ടൂൾ എടുക്കുക, 5 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. വിൻഡോസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. സേവ് അടിക്കുക, ഇമ്പോർട്ട് അടിക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വിൻഡോസ് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ പ്രോജക്റ്റ് ഫയൽ എങ്ങനെയും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫയൽ കൂടെ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട്. വിൻഡോ കോപ്പി ചെയ്യാം, ഇവിടെ കൊടുത്ത് നോക്കുക. ഇതൊക്കെ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുള്ള ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ചെടുത്ത് വെക്കുന്നതാണ്. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ് മറ്റുള്ള പ്രോജക്റ്റുകളിൽ യൂസ് ചെയ്യാൻ. നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ വരുന്നത് ചില സമയങ്ങളിൽ നമ്മളിതിങ്ങനെ മൂവ് ചെയ്ത് വെക്കുമ്പോഴേ നമുക്ക് ഈ കറക്റ്റ് പോയിന്റ് കിട്ടില്ല. അപ്പോൾ ഇത് കണ്ട അങ്ങോട്ടേക്ക് പോവാത്ത പോലെ ഇങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ആവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കോപ്പി ആക്കുക. കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. അപ്പോൾ കോപ്പി നമുക്ക് കറക്റ്റ് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെ പറഞ്ഞില്ലാന്ന് എനിക്കറിയില്ല, പലർക്കും ആ ഒരു പ്രശ്നം പല സമയങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഏറ്റവും നല്ലത് അതാണ്, ജസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലാതെ അങ്ങോട്ട് മൂവ് ചെയ്താക്കാൻ പറ്റും. വിൻഡോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കാം. ഇത് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ വരുന്ന കുറച്ച് വലിയ വിൻഡോ ആക്കാം. അപ്പോൾ ഒരു 40 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ടുണ്ട്. കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ബേ വിൻഡോ കൊടുക്കുക. പ്ലാനിൽ കാണിച്ചിട്ടില്ല, നമുക്ക് അവിടെ ഒരു ബേ വിൻഡോ കൊടുക്കുക. അതിപ്പോൾ നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കാനല്ലല്ലോ. തൽക്കാലം എന്തിനും കൊണ്ട് ഡിലീറ്റ് ആക്കുന്നുണ്ട്. സംഭവം ഡിലീറ്റ് ആയി കളയാം. സേവ് അടിക്കുക. മെയിൻ ഡോറ് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കാനുണ്ട്.
ശരിക്കും പ്ലാന് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. വിൻഡോ കാര്യങ്ങൾ കറക്റ്റ് 1 മീറ്ററിൻ്റെ വിൻഡോ ആണ്. ജസ്റ്റ് പ്ലാനിങ് ജസ്റ്റ് ഒന്നിട്ട് മൂവ് ചെയ്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്തതാണ്. ഓക്കെ, പ്ലാന് കറക്റ്റാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇപ്പോൾ കണ്ടോ, ഈ ഒരു വിൻഡോ കുറച്ചും കൂടി കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ മുതൽ ഇതുവരെ നോക്കുമ്പോൾ കണ്ടോ 99.8 വരുന്നുള്ളൂ. 1 മീറ്റർ ആയി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഈ കറക്റ്റ് വിൻഡോ ഇവിടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. വാള് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പുഷ് പുൾ ടൂൾ എടുത്തിട്ട് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ വിൻഡോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ വരച്ച് സെറ്റാക്കി വെച്ചാൽ മതി. അതാകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ പ്രോജക്റ്റുകളിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മേക്ക് കോമ്പോണൻ്റ് ആക്കുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള വിൻഡോസ് ഡോറ് കാര്യങ്ങളൊക്കെ കോമ്പോണൻ്റ് ആയിരിക്കട്ടെ. കാരണം നമുക്ക് ഒരു സംഭവത്തിന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് ചേഞ്ച് ആവും. മറ്റേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ 4 വിൻഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. എഡിറ്റ് ചെയ്യാൻ മീൻസ് ഇപ്പോൾ ജസ്റ്റ് ഒരു കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ 4 വിൻഡോയും പോയി മാറ്റേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ കോമ്പോണൻ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിൻഡോക്കും ആ ചേഞ്ച് വരും. ഓക്കെ, ഈ 4 കള്ളി വിൻഡോ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ 4 കള്ളിയുള്ളിടത്തൊക്കെ ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. അത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളത് മൈൻഡിൽ ഓർമ്മയില്ലാതെ പോയി മാറ്റിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മാറും. അപ്പോൾ അതും കൂടി ഒന്ന് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. എനിവേ സേവ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്ന് തൽക്കാലം ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ബാവിൻ്റെ കൊടുക്കുമ്പോഴേ 2:10 നമ്മൾ ലാൻഡിങ് വരിക. അപ്പോൾ 2:10 ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ലാൻഡിങ് കാണിച്ച് കഴിഞ്ഞാൽ 2:20, പിന്നെ ഒരു 60 കൂടി കൊടുത്തു കഴിഞ്ഞാൽ 2:80 നമുക്ക് ബാവിൻ്റെ കൊടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2:80. ഇവിടെ ഇത്രയാണ് നമുക്ക് ബാവിൻ്റെ വരിക. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ആയി കളയാം. ഇവിടെ ശരിക്ക് ഇവിടെയാണ് സ്റ്റെയറിൻ്റെ കട്ടിങ് കാര്യങ്ങൾ വരിക. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്നും കാട്ടുന്നില്ല. അതിനുശേഷം ഗ്രൗണ്ടിലെ വിൻഡോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക. ഹൈറ്റ് ഞാൻ ഇത്ര തന്നെ വിൻഡോക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിന് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് സെറ്റ് ടൂൾ എടുത്തിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 15 20 കിടന്നോട്ടെ. ഈ സെൻറ്റർ ഭാഗം ഡിലീറ്റ് ആയി കളയുക. പുറത്തോട്ടൊരു 60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഞാൻ അതിനെ ഡിസൈൻ്റെ ഭാഗമായിട്ട് മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുകളിലോട്ട് ഒരു 60 കൂടി കിടക്കട്ടെ. ഈ ഒരു രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിൻഡോ തൽക്കാലം വിൻഡോനെ ഇവിടെ വെക്കുന്നുണ്ട്. അതിനെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കേണ്ടി വരും. തൽക്കാലം അത് അടക്കട്ടെ. ഈ സൺഷെയ്ഡിനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് മുട്ടിക്കുക. ഈ ഗ്ലാസിൻ്റെ ടെക്സ്ചർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിന് ഗ്ലാസ് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ അതിനെ സെലക്ട് ചെയ്യുക. മൂട്ട് എടുത്ത് കോപ്പി എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ടോട്ടൽ 2 സെൻറ്റിമീറ്റർ ആവും. ഉള്ളിലോട്ടൊരു 3 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ ലൈൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സെയിം ലൈൻ ഞാൻ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 20 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. 20 ഇരുന്നോട്ടെ വേണ്ട 18 മതി. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്റർ വെക്കുക. ഇതിനെ സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 10 വെക്കുക. ബാക്കിലോട്ടൊരു 3. ആ രീതിയിൽ അവിടെ ചെയ്യുന്നുണ്ട് ഷോ വാള്. നമുക്കിതിൻ്റെ മുകളിൽ
പാരപ്പറ്റ് കെട്ടുന്നവരുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒരു വരി കല്ലിൻ്റെ അതല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ പാരപ്പറ്റ് കൊടുക്കാം ഏറ്റവും ടോപ്പിൽ. ഞാൻ ചില കേസിലൊന്നും പാരപ്പറ്റ് കൊടുക്കലില്ല കേട്ടോ, പക്ഷേ പല ഏരിയകളിലും കൊടുക്കലുണ്ട്. അതിനൊരു 20 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് അടിക്കുക, അതിനങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്ത് അതേപോലെ വരിക, ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ എന്നുള്ള ലൈൻ ഡിലീറ്റ് ആക്കുക. കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഏതെങ്കിലും ലൈന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കണക്ട് ആയിക്കോളാം. ഐ മീൻ ഇങ്ങനെ ഫേസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനൊരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബോക്സിന് നമുക്ക് ആ ഒരു സെയിം ഡിസൈന്, ആ ഒരു പാറ്റേൺ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുന്നേ ഈ ടോപ്പ് ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴോട്ട് 5 സെൻറ്റിമീറ്റർ മാറ്റി വെക്കുക. അതിനെ ബോർഡർ പോലെ 5 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡർ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുക. നമുക്കിതിന് ഇവിടെ ഒരു സൺഷെയ്ഡ് മാത്രമായിട്ട് കൊടുക്കാം. സൺഷെയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വിൻഡോൻ്റെ അളവിലൊരു ലൈൻ വരക്കും. പിന്നെ ഒരു 1 ഫീറ്റ് ഒരു 30 സെൻറ്റിമീറ്റർ എക്സ്ട്രാ കൊടുക്കും. മുകളിലോട്ട് 10 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതിനെ കണക്ട് ചെയ്യുക. 60 സെൻറ്റിമീറ്ററിൻ്റെ കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്തിട്ട് 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പുഷ് അടിക്കുക. ഒരു 5 പുറത്തോട്ടും. ഓക്കെ, നമുക്കേ ഇതിനെ ബാക്കിലോട്ട് തന്നെ കൊണ്ടുപോവാം. അതിനുശേഷം മുകൾ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ കൊടുന്ന് ഇവിടെ വെക്കുക. അതിനുശേഷം ഈ ഒരു സംഭവം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് നമ്മളെ ബേ വിൻഡോനെ. പിന്നെ ഈ ഒരു സൺഷെയ്ഡ് ഇവിടെ സെലക്ട് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു എൻഡ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ-C അടിക്കുക. ആ സൺഷെയ്ഡിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് Ctrl+Shift+V അടിക്കുക, അതായത് പേഴ്സൺ പ്ലേസ് അടിക്കുക. അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക. ഈ എക്സ്ട്രാ വന്ന ലൈന് ഡിലീറ്റ് ആക്കിയിട്ട് നേരെ പുഷ് അടിക്കുക, അതിന് ഗ്രൂപ്പ് ചെയ്യുക. ശരിക്കും ഇവിടെ സൺഷെയ്ഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ മഴൻ്റെ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും ഷെയ്ഡ് കൊടുത്തു എന്ന് തന്നെ ഉള്ളൂ. ശരിക്കും ഇത്രത്തോളം ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ പൊതുവെ കണ്ടംപററി ചെയ്യുമ്പോൾ അറിയാമല്ലോ, വിൻഡോൻ്റെ മുകളിൽ മാത്രം കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷെയ്ഡ് കൊടുത്താൽ മതിയാവും. ഓക്കെ, കൊടുക്കുന്നത് നല്ലതാണ്. മഴവെള്ളം ഡയറക്റ്റ് അടിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവായി കിട്ടും. ഫുള്ളായിട്ട് ഒഴിവാകുന്നതല്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇവിടെ വരിക, ഇവിടെ ഒരു പ്ലാന്റഡ് ബോക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. അതിനൊരു ഉള്ളിലൊരു 10 കൊടുക്കുക. അതിനുശേഷം ഈ ലൈന് നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക, ഈ ലൈന് നേരെ ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗം ഡിലീറ്റ് ആക്കുക. ഒരു 5 സെൻറ്റിമീറ്റർ താഴോട്ട് പുഷ് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. പ്ലാന്റഡ് ബോക്സ് കാര്യങ്ങളവിടെ റെഡി. പിന്നെ ഇപ്പോൾ ഇതിൽ വേണ്ടത് പിന്നെ ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു വിൻഡോനെ തന്നെ നേരെ കുറച്ച് ഉള്ളിലോട്ട് കയറ്റി വെക്കാം കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ഇൻസൈഡ് ഒരു 60 സെൻറ്റിമീറ്റർ കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 20 സെൻറ്റിമീറ്റർ ഒരു 60 സെൻറ്റിമീറ്റർ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഈ വിൻഡോനെ നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ചിലപ്പം ഈ മഴവെള്ളം ഫുള്ളായിട്ട് ഇത് കൂടെ ആയിരിക്കും ഒലിച്ചിറങ്ങുക. നമുക്ക് ആ വിൻഡോ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണത്. ശരിക്കും എല്ലാവരും അത് അങ്ങനെ തന്നെ ചെയ്യൽ. ചില കേസിൽ ഞാനും എന്നിട്ട് ഇതിനെ മേക്ക് യൂണീക്ക് അടിക്കുക. ഇത് ഓൾറെഡി കമ്പോണൻ്റ് ആയതുകൊണ്ട് മേക്ക് യൂണീക്ക് അടിക്കുക. ഈ ഒരു പീസിനെ സെലക്ട് ചെയ്തിട്ട് അതിന് മേക്ക് യൂണീക്ക് അടിക്കുക. എന്നിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് അതിനെ നേരെ മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം നമുക്ക് ഈ ഒരു വിൻഡോൻ്റെ പോർഷൻ മാത്രം ഓപ്പണിങ് കിട്ടിയാൽ മതി. ബാക്കി മുകളിലോട്ട് നമുക്ക് ഡമ്മി അതല്ലെങ്കിൽ എന്താ പറയുക ഫിക്സഡ് ഗ്ലാസ് മതി. അതിനുശേഷം ഈ താഴത്തെ ഭാഗം സെലക്ട് ചെയ്തിട്ട് നേരെ താഴോട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക. ഒരു ചെറിയ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒരു 0.2 നേരെ മുകളിലോട്ട് വെച്ചിട്ട് അതിന് 5 സെൻറ്റിമീറ്റർ, അതായത് ഈ ഒരു വിൻഡോൻ്റെ തിക്നെസ് 7 സെൻറ്റിമീറ്റർ, ഒരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. അതിന് ശേഷം ആ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഇതൊരു സിംഗിൾ ഗ്രൂപ്പാണ് ഈ ഫ്രെയിം. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുക. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇത് വരച്ചിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതിനെ മേക്ക് കോമ്പണൻ്റ് ആക്കുക. ഈ കോമ്പണൻ്റിനൊക്കെ പേര് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അതിന് ഈ എൻഡിലോട്ട് മൂവ് ചെയ്തൊക്കെ അത് കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻഡിലോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് ഈ എൻഡ് പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് by 4 അടിക്കുക. അപ്പോൾ കറക്റ്റ് അത് വരും. ഓക്കെ, നമുക്ക് വിൻഡോൻ്റെ കറക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു മാനുവലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ച് ഈ വിൻഡോൻ്റെ സെൻറ്ററിൽ വരുന്ന പില്ലർ അത് എനിക്ക് തോന്നുന്നു 5 സെൻറ്റിമീറ്റർ ആണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ. നോക്കട്ടെ, ഓക്കെ 4.7 വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. അതിന് അലൈൻമെൻറ്റ് കാര്യങ്ങൾ കറക്റ്റ് വെക്കുക. അതുകൊണ്ടാണ് നമ്മളത് by 4 അടിച്ചപ്പോൾ കറക്റ്റ് കിട്ടായിരുന്നു. കാരണം നമ്മൾ 7 സെൻറ്റിമീറ്ററിൻ്റെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിവേ, എന്നിട്ട് ഈ മെറ്റീരിയൽ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു ഫിക്സഡ് ഗ്ലാസ് മതി. ഇവിടെ ഇങ്ങനെ റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചിട്ട് 1 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിനെ കമ്പോണൻ്റ് ആക്കുക. സ്കെയിൽ ടൂൾ എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ആക്ച്വലി ഈ ഗ്രില്ലും കൂടി മുകളിലോട്ട് വെക്കാം.
നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഡിസൈൻ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി എടുക്കുക, Ctrl+Shift അടിച്ച് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക, നേരെ മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഗ്ലാസ്സിന് 1 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അന്നേരമാണ് ഇത് ശരിക്കും ഇങ്ങനെ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഓവർലാപ്പായി പോകും. അതല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് അടക്കം കട്ട് ചെയ്ത് ശരിയാക്കി വെക്കേണ്ടി വരും. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടാണ് മെറ്റീരിയൽ എടുത്ത് അപ്ലൈ ചെയ്യുക. ആ രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മോഡലിംഗ് ഇത്രയും ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒക്കെ ആവശ്യം, റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. കൺഫ്യൂഷൻ വരുന്ന ഏരിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.